പിന്നെ എനിക്ക് സർവീസ് സെൻ്ററുകളോട് അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഓക്കെ നിങ്ങളുടെ ടീം എല്ലാവരും കൂടി ഒന്നും കൂടി ഒന്ന് മനസ്സറിഞ്ഞ് വർക്ക് ചെയ്യണം. കാരണം നല്ല പ്രൊഡക്റ്റുകൾ കമ്പനി ഉണ്ടാക്കി തരുന്നത് സർവീസ് ചെയ്ത് നശിപ്പിക്കരുത്. നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ചീത്തപ്പേരുകളാണ് ടാറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിന് ഇത്തിരി ഒരു ധൈര്യം വേണം. രണ്ട് വണ്ടികൾ തമ്മിൽ ഒരേ സ്പീഡിലൊന്നും ഇടിച്ചിട്ടൊക്കെ ക്രാഷ് ടെസ്റ്റ് നടത്താനായിട്ട് ടാറ്റയ്ക്ക് അതുണ്ട്. പക്ഷേ പഴയ സിയറയുമായിട്ട് പുലബന്ധം പോലും ഇല്ല എന്നുള്ളതാണ്. അത് രാഷ്ട്രീയക്കാർക്ക് പറ്റിയ വണ്ടിയാണെന്ന് പറയാം. ഈ വണ്ടി പറയാം, ജയിച്ചാലും തോറ്റാലും ഇവിടെ നിന്നുകൊണ്ട് നമസ്കാരം. കാത്തിരിപ്പ് തീരാണ്. നമ്മുടെ കൂടെ ഇന്ന് ടാറ്റ സിയറയുണ്ട്. ടാറ്റ വിളിക്കുന്നത് ദ ലെജൻഡ് റിട്ടേൺസ് എന്നാണ്. അതിന് തക്കവണ്ണമുള്ള കാര്യങ്ങൾ ഈ വണ്ടിയിലൂടെ നോക്കണം. പിന്നെ ടാറ്റ പുതിയൊരു പെട്രോൾ എഞ്ചിനും പുതിയൊരു ടർബോ പെട്രോൾ എഞ്ചിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ടാറ്റ സിയറയെ ഒന്ന് നടന്ന് കാണാം. ഇതിൻ്റെ കാര്യങ്ങൾ പറയാം, ഫീച്ചേഴ്സ് പറയാം, ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനൊക്കെ പറഞ്ഞ് ഓടിച്ച് നോക്കാം. 2023 കാണിച്ചിട്ട് 2025 വണ്ടി വന്നേക്കുന്നത്. ഇത്രയും സമയമെടുത്തു. ഇതിനിടയിൽ പല വേരിയേഷൻസ് കണ്ടു. വീലിൻ്റെ ഡിസൈൻ മാറി, വണ്ടി മൊത്തത്തിൽ മാറി, കുറേ മാറ്റങ്ങളുണ്ടായിട്ട്. അപ്പോൾ ആദ്യം വന്ന് EV അല്ല, ഐസാണ്. 3 എഞ്ചിനുകൾ, 2 പെട്രോൾ 1 ഡീസൽ. അതിൻ്റെ കൂടെ ഏസിൻ്റെ ടോർക്ക് കൺവേർട്ടറും 7 സ്പീഡ് DCAയും ഉണ്ട്. അപ്പോൾ എല്ലാം പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വണ്ടിക്ക് 2 സ്വഭാവമുണ്ട്. അന്യനാവാം, അമ്പിയാവാം. അത് ഞാൻ പറയാം. അതിന് മുന്നേ ടാറ്റയുടെ ഏറ്റവും പുതിയ പെട്രോൾ എഞ്ചിനുകളെ കുറിച്ച് പറയണം. ഈ ബോണറ്റ് തുറക്കുന്നത് തന്നെ ഇവിടെ ഒരു ലാച്ചില്ല കേട്ടോ. 2 വട്ടം തുറക്കുകയാണ് യൂറോപ്യൻ കാറുകളെ പോലെ. പക്ഷേ സ്ട്രട്ടില്ല. സ്ട്രട്ട് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് അല്ല, നമ്മളിത് ഇങ്ങനെ വെക്കണം. ഓക്കെ, ഇൻസ്റ്റലേഷൻ ഉണ്ട്. NVHൻ്റെ കാര്യം ഓടിക്കും പറയാം. ഇത് ഹൈപ്പീരിയോൺ 4 സിലിണ്ടർ എഞ്ചിനാണ്. ഈ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് 160 PS ആണ്. പിന്നെയുള്ളത് ഡീസൽ എഞ്ചിനാണ്, 1.5 ആണത്. അത് നെക്സോണിൽ കണ്ട എഞ്ചിൻ്റെ ബ്ലോക്ക് തന്നെയാണ്. പക്ഷേ അതിനകത്ത് കുറേ അധികം മോഡിഫിക്കേഷൻസ്. LNG ടെക്നോളജിയാണ്. DEF, അത് ഡീസൽ എക്സോസ്റ്റ് ഇല്ല. DPF ഉണ്ട്. DPFൻ്റെ റീജനറേഷന് വേണ്ടിയിട്ട് അവരൊരു പ്രത്യേകതരം സിസ്റ്റമൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതുണ്ട്. എന്തായാലും ആറ്റ്കിൻസനെ കുറിച്ചും ആ DPFൻ്റെ കാര്യം എല്ലാം പിന്നീട് വിശദമായിട്ട് പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ ബേ എന്ന് പറയുന്നത്. നീറ്റായ ഒരു എഞ്ചിൻ ബേ ആണ്. ഈ എഞ്ചിൻ ബേയുടെ കാര്യം എന്ന് പറയുന്നത് ടാറ്റയുടെ തലവര മാറ്റാൻ പോകുന്ന ഒരു എഞ്ചിനും കൊണ്ട് വന്നേക്കുന്നുള്ളതാണ്. ഞാൻ കറവ് ഓടിച്ചപ്പോൾ പറഞ്ഞു ആ വണ്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ എഞ്ചിൻ എന്ന് പറയുന്നത്, ഹൈപ്പീരിയോൺ എന്ന് പറയുന്നത് ക്രീമിയാണെന്ന് പറഞ്ഞു. അത് 3 സിലിണ്ടർ ആയിരുന്നു, ഇത് 4 സിലിണ്ടറാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചുകൂടി ഒരു പ്രത്യേകതകളുണ്ട്, ഓടിക്കും പറയാം. പിന്നെ ഈ ബോണറ്റ് കണ്ടോ, ഈ ബോണറ്റിനെയും ആ ബൂട്ടിനെയും ഒരു ക്ലാം ഷെൽ ഡിസൈൻ എന്നാണ് പറയുന്നത്. എന്താണ് ഈ ക്ലാം ഷെല്ല്? ബേസിക്കലി കക്ക എന്ന് പറഞ്ഞാൽ മതി. അതാണ് ക്ലാം ഷെല്ലിൻ്റെ കാര്യം. ഒറ്റ ഒരു മോൾഡ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നെക്സോണിൻ്റെ ഒരു ചായ കാണാം, എനിക്ക് തോന്നി. പിന്നെ കുറേയധികം പ്രത്യേകതകളുള്ള ടാറ്റ സിയറയ്ക്ക് അവർ മുന്നിൽ ഒരു DRL കം ഇൻഡിക്കേറ്റർ കം ഒരു ബാർ കൊടുത്തിട്ടുണ്ട്. ഇത് കർവിലും സഫാരിലൊക്കെ കണ്ട പോലെ 3 പീസല്ല, ഇതൊരു സിംഗിൾ പീസാണെന്നുള്ളതാണ്. അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഗ്രില്ല് കാണാം. ഗ്രില്ല് സിയറയുടെ ബാഡ്ജിങ് ഉണ്ട്, അതൊരു പ്രത്യേകതയാണ്. താഴെ കാണുന്ന ഈ ഒരു ഹെഡ്ലൈറ്റ് ഇന്ത്യയിൽ കണ്ട കാറുകളിലെ, അല്ലെങ്കിൽ ലോകത്ത് കാണുന്ന കാറുകളിലെ ഏറ്റവും ചെറിയ ഹെഡ്ലൈറ്റുകളിലൊന്ന് ഇതാണെന്ന് പറയാം. എനിക്ക് തോന്നുന്നു 7mm ആണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് തോന്നുന്നു. പല വണ്ടികളും ഈ ഹെഡ്ലൈറ്റ് എടുത്ത് ഫോഗ് ലാമ്പ് ആക്കുന്നത് നമുക്ക് ഭാവിയിൽ കാണാൻ പറ്റും. ഇവിടെ ക്യാമറ ഉണ്ട്, 360 ഡിഗ്രി ക്യാമറയുടെ വണ്ടിയാണിത്. ബ്ലാക്ക് ഇൻസേർട്ട് കാണാം, ഈ ഒരു ഇൻസേർട്ട് കാണാം. ഓക്കെ, ഒരുപാട് എലമെൻറ്റുകളുള്ള വണ്ടിയാണ്. ഈ ഹൊറിസോണ്ടൽ ലൈൻസൊക്കെ തന്നെയും ടാറ്റയുടെ ഡിസൈൻ തീമിലാണ്. ലോഗോ കാണാം, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് നോക്കിയാൽ അഡാസ് ക്യാമറ, വലിയ ഗ്ലാസ് ഏരിയ, ഈ എയറോ വൈപ്പേഴ്സ്, ഈ ക്ലാം ഷെൽ, ബോണറ്റ് ഷെല്ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഈ ഫോഗ് ലാമ്പ് നമ്മൾ ടാറ്റയുടെ മറ്റു വണ്ടികൾ കണ്ടിട്ടുണ്ട്. ഈ ഹെഡ്ലൈറ്റിനൊരു ബൂസ്റ്റർ ഫംഗ്ഷൻ കൂടിയുണ്ട്. വേറൊന്നല്ല, ഒരു 80 കിലോമീറ്റർ സ്പീഡാകുമ്പോൾ ഒന്നുകൂടി ബ്രൈറ്റ് ആവും എന്നുള്ളതാണ്. ഓക്കെ, ചെറുതാണെങ്കിലും സംഗതി നല്ല വെളിച്ചമാണ് ടാറ്റ പറയുന്നത്. രാത്രി നമ്മൾ ഓടിച്ചിട്ടില്ല. ടാറ്റ സിയറ വരുന്നത് സെൽറ്റോസിൻ്റെയും ക്രെറ്റയുടെ സെഗ്മെൻറ്റിലാണ്. അതായത് നിങ്ങൾക്കറിയാലോ ആ ഒരു വണ്ടിയുടെ കാര്യം, ആ ഒരു കാറ്റഗറി വരുന്ന വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഒരു സ്റ്റെപ്പ് കൂടുതലാണ് എല്ലാം എന്ന് കാണാം. അത് വലിപ്പമാവട്ടെ, ഇപ്പോൾ വീലിൻ്റെ സൈസ് ഫോർ എക്സാമ്പിൾ ഇത് 19 ഇഞ്ച് വീലാണ്. ഈ 19 ഇഞ്ച് വീലിൽ 225 പ്രൊഫൈലാണ്. 225, 55, 619. ഇതിൻ്റെ ബേസ് മോഡലുകൾ അങ്ങോട്ടുള്ളത് 18 ഇഞ്ചാണ്, 215ആണത്. ഓക്കെ, ഇതിൻ്റെ വീൽ ഡിസൈൻ കൺസെപ്റ്റിൽ കണ്ട ഡിസൈൻ നല്ല മനോഹരമായിരുന്നു. ഈ ഡിസൈൻ വന്നപ്പോൾ ടാറ്റയുടേതായിട്ടുള്ള തനതായിട്ട് ഡിസൈനായിട്ട് മാറി. അല്ലാണ്ട് പ്രത്യേകതകളായിട്ട് പറയാനുള്ളത് എയറോ ഇൻസിഡൻറ്റ് എന്നുള്ളതാണ്. പിന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഇവർ ഈ കാര്യങ്ങളൊക്കെ കൊടുത്ത് വണ്ടിയുടെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഫുള്ള് ക്ലാഡിങ് പിയാനോ ബ്ലാക്കിലാണ്. അത് നന്നായി തോന്നി. ഈ മിറർ എന്ന് പറയുന്നത് ടാറ്റയുടെ മിററാണ്. ഇത് ബ്ലാക്കും ചെയ്തിട്ടുണ്ട്. ഈ ക്ലാംഷെൽ ബോണറ്റിൻ്റെ ഭാഗം അവിടെ കാണാം. ഇത് ഫെൻഡർ കേട്ടോ, ഇതാണ് ഫെൻഡർ. ഈ പാനലൊന്നും ഫ്ലെക്സ് ചെയ്യില്ല. അങ്ങനെ പറയുമ്പോൾ സിയറ ടു സിയറ ക്രാഷ് ടെസ്റ്റൊക്കെ നടത്തിയിട്ടുള്ളൊരു വണ്ടിയാണിത്. ഇവിടെ സിയറയുടെ ബാഡ്ജ് ഉണ്ട്. ഇവിടെ ഈ ഒരു ഡോറിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വെതർ സ്ട്രിപ്പ് ഒന്നും വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ക്ലീൻ ഡിസൈനാണ്. ഇവിടെ ഒന്നുമില്ല. അതായത് കാണാൻ പ്രത്യേകിച്ച് അരോചകമായി ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ്. കർവിൽ കണ്ട
അതേ ഡോർ ഹാൻഡിലാണ്, അതിൽ റിക്വസ്റ്റ് സെൻസർ ഉണ്ട്. ഇതിങ്ങനെയാണ് നമ്മൾ മാനുവലി പിടിച്ച് പോകണം. ഓക്കെ, പിന്നെ ഈ പില്ലർ, അതായത് ബി പില്ലറിൻ്റെ പകുതി അത് പിയാനോ ബ്ലാക്കിലാണ്. ഒരു 3 ഡോർ എന്നുള്ള ഒരു സ്വഭാവം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വലിയ പീസൊക്കെ വെച്ചേക്കുന്നത്. അത് അകത്ത് എങ്ങനെയാണ് എന്നുള്ളത് അത് ഞാൻ പറയാം. ഇവിടെ ഒരു സ്റ്റിക്കറാണ്, അതും സിയറയുടെ പഴയ ആ പഴമയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു സഫാരി വന്നപ്പോൾ 2003 സഫാരി വരുമ്പോൾ അവരിവിടെ ഒരു സഫാരി വിൻഡോ കൊടുത്തു, ഫുൾ റാപ്പർ കൊണ്ട് വിൻഡോ കൊടുത്തു. പക്ഷേ പുതിയ 2025 എത്തി നിൽക്കുമ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല, കാരണം സേഫ്റ്റിയുടെ പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. സഫാരിക്ക് സഫാരി വിൻഡോ, ഡിഫൻഡറിനും സഫാരി വിൻഡോ ഉണ്ട്. ഇവിടെ പക്ഷേ ഈ ഒരു ബ്ലാക്ക് ഫിനിഷാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ അന്യൻ അമ്പി ആ ഒരു കാര്യം പറയാം. ഈ ഒരു ഭാഗം കൂടി ചോപ്പടിച്ചാൽ ഈ വണ്ടി എൻ്റർലി വേറെ വണ്ടിയായി, അതായത് പിന്നെ സീറയാണെന്ന് മനസ്സിലാവില്ല, അല്ലെങ്കിൽ തോന്നുന്നില്ല. ഓക്കെ, വേണമെങ്കിൽ ചെയ്യാട്ടോ. ഇവിടെ ഡോർ ഹാൻഡിൽ കൊടുത്തത് ഇവിടെ തന്നെയാണ്, സെയിം ഡോർ ഹാൻഡിലാണ്. ഇതൊക്കെ ലൈറ്റപ്പ് ചെയ്യും. പിന്നിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഈ ക്ലാഡിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സൈഡ് പ്രൊഫൈൽ മനോഹരമാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് വെതർ സ്ട്രിപ്പ് ഇല്ലാന്നുള്ളതും ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യമായിട്ട് കാണാം. ഫ്രണ്ടിലെ ആ ഒരു ബോണറ്റിൻ്റെ ഡിസൈനും അല്ലെങ്കിൽ എല്ലാം മനോഹരമാണെന്ന് പറയാനുള്ളത്. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതായത് വാട്ട് എവർ ദ റീസൺ, ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സിയറയുടെ പേര് പറഞ്ഞൊരു സിയറ വരുമ്പോൾ ആ സിയറയ്ക്ക് പഴമയായിട്ട് എന്തെങ്കിലും വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും അതില്ല. ഒരു റൂഫ് റെയിൽ കാണാം. റൂഫ് റെയിലുകളുടെ നടുക്ക് പാനോരമിക് സൺ റൂഫുണ്ട്. പലരും പലതും പറയും, അതായത് വണ്ടിയുടെ കാര്യങ്ങളെക്കുറിച്ച് പറയും. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് മുൻവശത്തേക്കാൾ കൂടുതൽ ഇഷ്ടം പിൻവശമാണ് സിയറയുടെ. എനിക്കൊരു വെർട്ടിക്കൽ ടെയിൽ ഗേറ്റ് ഇഷ്ടപ്പെട്ടു. അവരൊരു ക്ലെവറായിട്ട് കാര്യം പറഞ്ഞു കേട്ടോ. ഇത് ചേർച്ച് വെച്ചേക്കണ്ടേ, പാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്ന് കയറിയിട്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നല്ല തോട്ടാണ്. സിയറ എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. ഈ LED ലൈറ്റും സിംഗിൾ പീസാണ്. ടാറ്റ സിയറയ്ക്ക് ഉണ്ടായിരുന്ന 2 വൈപ്പർ സിറ്റുവേഷൻ ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ, ഒരു വൈപ്പർ കൂടി കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഷാർക്ക് ഫിൻ ആനിൽ ക്യാമറ ഇല്ല. ഓക്കെ, ഇത് ഡിഫൻഡർ അല്ല, സിയറയാണ്. ഡിഫൻഡർ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഊന്നി പറയുന്നത്. ഡിഫോഗർ കാണാം. ഒരു സ്പോയിലർ ഉണ്ട്, 2 പീസായിട്ടുള്ള സ്പോയിലറാണ്. ഭംഗിയുണ്ട്. ഇവിടെ ഈ ഒരു പീസ് കൊടുത്ത് ഭംഗിയുണ്ട്. ഇവിടെ ഒരു കുതിരയുടെ പിക്ചർ ഉണ്ട്, അത് ഒരു ചെറിയ ഈസ്റ്റർ എഗ് ആണ്. പിന്നെ ഈ ബ്ലാക്ക് പീസ് കണ്ടോ, ഈ ബ്ലാക്ക് പീസിൻ്റെ താഴെ ക്യാമറ വെച്ചേക്കുന്ന ഒരു എക്സ്ട്രാ പീസിലായിട്ടാണ്. ഇനി ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി. പവർ ടെയിൽ ഗേറ്റ് ആണ്. ഈ പവർ ടെയിൽ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഈ ടെയിൽ ഗേറ്റിൻ്റെ ഒരു വലിപ്പമാണ് കാണുന്നത്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, ഇത് റെഗുലേഷനാണ്. അതായത് നമ്മുടെ വണ്ടികൾക്ക്, ഇന്ത്യയിലും ഇപ്പോൾ ഉണ്ടത്, വണ്ടികൾക്ക് മൂവ് ചെയ്യുന്നിടത്ത് ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ ഫിക്സ്ഡ് ആയ സ്ഥലത്ത് ഒരു ലൈറ്റ് കൂടി വേണമെന്നുള്ളതാണ്. ഈ ലൈറ്റ് 3 കളർ ലൈറ്റാണ്, ഓറഞ്ച്, വെള്ള, റെഡ്. അതൊക്കെ ക്ലവറായിട്ടുള്ള കാര്യങ്ങളാണ്. വലിയ ബൂട്ട് ഏരിയ, ഒരു പാർഷ്യൽ ഷെൽഫ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കാര്യം കാണിക്കാം. ഈ പാർഷ്യൽ ഷെൽഫ് എടുത്തു വെക്കാനായിട്ടേ നമ്മൾ പുറത്തേക്കൊന്നും എടുക്കണ്ട, അവർ വളരെ സിമ്പിളായിട്ട് തന്നെ എടുത്ത് കീപ്പ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൂൾ ബോക്സിനായിട്ട് ഇവിടെ ഒരു അറയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെർട്ടിക്കലായിട്ട് കൊടുത്തിട്ടുള്ള ഈ സ്ട്രട്ടുകൾ കണ്ടില്ലേ, ഇതിന് ക്ലവറായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഗസ്റ്റർ കൺട്രോൾ ഉപയോഗിച്ച് തുറക്കാം എന്നുള്ളതാണ്. എന്നും ടാറ്റയോട് നമ്മൾ പറഞ്ഞ കംപ്ലൈൻ്റ് ആയിരുന്നു, ഈ ഗസ്റ്റർ കൺട്രോളിൽ തുറക്കുകയൊക്കെ ചെയ്യും, പക്ഷേ അത് സമയം എടുക്കുന്നുള്ളത്. പക്ഷേ ആ പരാതി ഇവിടെ തീർത്തു കേട്ടോ. ഇവിടെ സിമ്പിളാണ് പരിപാടി, വളരെ മിനിമൽ ആയിട്ടുള്ള ഇൻപുട്ട് മതി, സിമ്പിളായിട്ട് തുറക്കും. അപ്പോൾ നിങ്ങൾ പറയും ഒരു ഡിലേ വന്നല്ലോ. ഡിലേ അല്ല, അത് ആ ഓപ്പറേഷണൽ ഡിലേ ആണ്, അതായത് തുറക്കാനുള്ള സമയമാണ്. അപ്പോൾ എൻ്റെ ഒരു ഉയരം, ഈ ഉയരമാണ് സിയറയ്ക്കുള്ളത്. എൻ്റെ കുറച്ചും കൂടി ഉയരം കൂടുതലായ ഷാർക്ക് ഫിൻ്റെ ഒരു കാര്യം പറയാം. ഈ ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ബാക്ക് ഭാഗത്ത് ഒരു സ്പെയർ വീൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പല കമൻറ്റുകളും ഞാൻ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ. പക്ഷേ ഈ ഒരു ഡിസൈനിന് അത് ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പിയാനോ ബ്ലാക്ക് ഫിനിഷുകളുണ്ട്, പാർക്കിംഗ് സെൻസർ, ക്യാമറ എല്ലാം കാണാം. ഈ വണ്ടിയുടെ സ്പെയർ വീല് താഴെയാണ്. അപ്പോൾ ഒരുപാട് എലമെൻറ്റുകളുള്ളൊരു വണ്ടിയാണിത്. ഓക്കെ, സിയറ ബ്യൂട്ടിഫുൾ ആണോ നിങ്ങൾ പറയൂ. എനിക്ക് സൈഡ് പ്രൊഫൈലും പിൻഭാഗവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. മുൻവശം കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു ഗ്ലാസ് ഇല്ലാത്തത്. ടാറ്റ സിയറയ്ക്ക് മുജ്ജന്മമായിട്ട് എന്താ ബന്ധം, അതല്ലെങ്കിൽ പഴയ സിയറയുടെ എന്താ ബന്ധം? ഒരു ബന്ധം ഞാൻ കണ്ടത് സ്റ്റിയറിങ്ങിലാണ്. ആദ്യം വന്ന സിയറയുടെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് 407 സ്റ്റിയറിംഗ് ആയിരുന്നു. പക്ഷേ രണ്ടാമത് വന്നത് 4 സ്പോക്കാണ്. അപ്പോൾ ഇതും ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ടാറ്റയുടെ തനതായ സ്റ്റിയറിംഗ് വീലാണ്. എല്ലാ സ്റ്റിയറിംഗ് വീലും ഒരേപോലെ ടാറ്റ മോട്ടോഴ്സിൻ്റെ, അത് നിങ്ങൾക്ക് അറിയാലോ. അതിപ്പോൾ ഈ ഒരു വണ്ടിക്ക് അങ്ങനെ തന്നെയാണ്. ഇതിന് പക്ഷേ ടിൽറ്റ് മാത്രമല്ല റീച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. സെഗ്മെൻറ്റിൽ ഇല്ലാത്തൊരു കാര്യമായിട്ട് കാണുന്നുണ്ട്. ഇതിന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സ്പ്രിങ്ങിൻ്റെ സൗണ്ട് കേൾക്കണ്ടേ. ഓക്കെ, പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പുതിയ ഗിയർ ബോക്സ് ആണ്. 7 സ്പീഡ് DC ആണ് എന്നയുടെ കൂടെ. പക്ഷേ ഇതിൻ്റെ കൂടെ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടറാണ്, AC സോഴ്സ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഗിയർ ബോക്സ് നമ്മൾ പല വണ്ടിയും കണ്ടു. ടൊയോട്ട കമ്പനിയാണ് AC, അറിയാലോ. മഹീന്ദ്രയിൽ ഈ ഗിയർ ബോക്സ് ആണ്. ഇപ്പോൾ ഈ വണ്ടിക്കും കാണാം. സഫാരിലും ഹാരിയറിലും ഹുണ്ടായുടെ ഗിയർ ബോക്സ് ആയിരുന്നു. ഓക്കെ, എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണെന്ന് പറയുമ്പോൾ ഈ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് ആണെന്ന് പറയാൻ മെയിൻ കാരണം ഈ ടോർക്ക് കൺവേർട്ടറാണ്. ഓക്കെ, ഡീസലിൻ്റെ കൂടിയും ടോർക്ക് കൺവേർട്ടറാണ്. എന്തായാലും ഇവർ ഈ വണ്ടിക്ക് സ്ക്രീനുകളുടെ ഒരു പരപ്പ് കൊടുത്തിട്ടുണ്ട്. വെച്ചാൽ 3 സ്ക്രീൻ വെച്ചിട്ടുണ്ട്. 12.3 ഇഞ്ചിൻ്റെ 3 സ്ക്രീനുകളാണ്. ഈ സ്ക്രീൻ, അതായത് പാസഞ്ചർ സ്ക്രീൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണേ. പക്ഷേ അതിനകത്ത് വീഡിയോ ഇട്ടാൽ നമുക്ക് ഡ്രൈവർ അവിടെ നിന്ന് കാണാമെന്നുള്ളത് കുറവായിട്ട് കാണാം. കുറവെന്ന് പറയുമ്പോൾ അത് മറയ്ക്കാൻ ഔഡിയിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ പ്രീമിയം ഫീച്ചേഴ്സ് വരുമ്പോൾ പ്രീമിയം പ്രൈസ്, അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല.
പിന്നെ ഇതിനകത്ത് സ്പീക്കേഴ്സാണ് 12 സ്പീക്കേഴ്സിലെ ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു സംഗതിനകത്ത് കാണാം. JBL ആണ്, ഓക്കെ അറിയാലോ. ഈ ഒറ്റ പീസ് കണ്ടോ, ഈ പീസ് എന്ന് പറയുന്നത് ഒരു സൗണ്ട് ബാറാണ്. അത് പുതിയതാണ്, വണ്ടികളിൽ തന്നെ പുതിയതാണ്. പിന്നെ ഈ സ്ക്രീനിൽ JBL മോഡുകൾ പോലുള്ള കാര്യങ്ങൾ, അഡാസിൻ്റെ കാര്യങ്ങൾ എല്ലാം കാണാം. ഇപ്പോൾ കണക്റ്റഡ് കാര്യങ്ങൾ, ക്ലൈമറ്റ്, ആർക്കേഡ് EVയുടെ കാര്യങ്ങൾ, ഡോൾബിയുടെ കാര്യങ്ങൾ, ഡോൾബി ഡെമോ എല്ലാം കാണാം. പിന്നെ ഒരു സെൻ മോഡ് പോലെ ഒരു നമുക്ക് ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ പാട്ട് കേൾക്കുന്ന ഒരു മോഡുണ്ട്. അതൊക്കെ ഇതിൻ്റെ കാര്യങ്ങളാണ്. ഫീച്ചേഴ്സ് മുഴുവനായിട്ട് പറയേണ്ട കാര്യമില്ല, എന്നാലും ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ്. AQI ആ ഒരു ഇൻഡിക്കേഷൻ കാണാം. ആമസോൺ അലക്സ കണക്ടിവിറ്റി ഉണ്ട്. അഡാസിൽ വന്ന ഏറ്റവും പുതിയ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ അറിയാലോ. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രാഫിക് സിഗ്നലിൽ 50 കിലോമീറ്റർ സ്പീഡാണ്. അപ്പോൾ ആ ഒരു ട്രാഫിക് സിഗ്നൽ റീഡ് ചെയ്യും. എന്നിട്ട് നമ്മളോട് പറയും അവിടെ അത് 50 കാണിക്കുന്നത് പറയും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ക്രൂസ് കൺട്രോളിൻ്റെ അടിയിൽ ആരോ ഞെക്കി കഴിഞ്ഞാൽ വണ്ടി ആ സ്പീഡ് ലിമിറ്റിലേക്ക് തന്നെ വരും. അതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഡ്യുവൽ സോൺ AC ഉണ്ട്. ഡ്യുവൽ സോൺ AC ടച്ച് പാനൽ തന്നെയാണ്. അതിൽ ഫോഗ് ലാമ്പിൻ്റെ കണക്ഷൻ ഒക്കെ തന്നെ കാണാം. എല്ലാം ടാറ്റ മോട്ടോഴ്സ് കാണുന്ന വണ്ടികൾക്ക് തന്നെയാണ്, അല്ലെങ്കിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ താഴത്ത് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സിയറയുടെ. അതിനകത്തൊരു സിയറ എന്ന് പറയുന്ന ഒരു വണ്ടിയുടെ ഫീച്ചർ അല്ല, പകരം ചാവി വയ്ക്കാനുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, നല്ല കപ്പ് ഹോൾഡേഴ്സാണ്. ഇവിടെ ഒരു ചെറിയ ഒരു റാപ്പ് അറൗണ്ട് ആയിട്ടുള്ള ഒരു ചെറിയൊരു കൺസോൾ പോലെ കൊടുത്തതിൻ്റെ ഇരുവശത്തും മൊബൈൽ വയ്ക്കാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നല്ലതാണ്. ലൈറ്റുണ്ട്, പിന്നെ ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട് അടിയിൽ കൂടെ. എല്ലാം കൊള്ളാം. അതായത് ഒരു ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടി എന്ന് പറയുമ്പോൾ ഒരിത്തിരി അപ്പ് മാർക്കറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് എല്ലാം കാണാം. പക്ഷേ ചില റഫ് എഡ്ജുകൾ അവിടെ ഇവിടെ കാണാം. പാനൽ ഗ്യാപ്പുകളാണെങ്കിൽ അതെല്ലാം ആ ഒരു ഇൻറ്റീരിയർ ഫിനിഷൊക്കെ ആണെങ്കിലും ഓക്കെ, ടാറ്റ ഗെറ്റിംഗ് ഇമ്പ്രൂവ്ഡ്. സോ ഇനി ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും. നമുക്ക് ടാറ്റ മോട്ടോഴ്സിന് എപ്പോഴും നമ്മൾ നമ്മുടെ ഒരു സ്നേഹം കൊടുക്കാറുള്ളൂ, വരട്ടെ നേരാവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ AC വെൻ്റ് കൊടുത്തേക്കുന്നതും ഈ ഒരു ഡിസൈൻ എലമെൻറ്റും, ഇതൊരു ഫാബ്രിക് ഡിസൈൻ എലമെൻറ്റാണ്. ഫാബ്രിക് അല്ല, ലെതററ്റാണ്. കൂടെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും എല്ലാം ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ലിവറുകൾ മാറി, അത് പഴയ നെക്സോണിൽ കാണുന്ന ലിവറുകളല്ല, അത് വ്യത്യാസമുണ്ട്. ഈ അലുമിനിയം ഫിനിഷും കാണാൻ ഭംഗിയുണ്ട്. ഒന്നുകിൽ 2 സ്ക്രീൻ HUD, അല്ലെങ്കിൽ 3 സ്ക്രീൻ. ഇതാണ് ചോയ്സസ് എന്ന് പറയുന്നത്. എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് 2 സ്ക്രീൻ HUD ആണ്. ഈ 3 സ്ക്രീൻ ഒരു ഓവർ കില്ലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേറെ ഒരു ഒപ്പീനിയൻ ആയിരിക്കാം. ആ വണ്ടിയിൽ വരുന്നൊരു നല്ല കാര്യം എന്ന് പറയുന്നത് വിർച്വൽ റിയാലിറ്റി പോലെ ഒരു HUD, അതായത് ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് മറ്റ് കാറുകളെ പോലെ ഒരു ഗ്ലാസ് തുറന്ന് അതിലേക്കല്ല, നേരെ വിൻഷീൽഡിലേക്കാണ്. അതും ഒരു നല്ല കാര്യമായിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ സീറയുമായിട്ട് ഉള്ള പ്രധാന വ്യത്യാസം ഈ വണ്ടി എന്ന് പറയുന്നത് ഇത് അന്ന് കണ്ട വണ്ടി പോലെയല്ല. ഇത് ഇന്നത്തെ കാലത്ത് ഇതേ കാറ്റഗറിയിലുള്ള വണ്ടികളോട് മുട്ടി നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടൊരു വണ്ടിയാണ്. മൾട്ടിപ്പിൾ എഞ്ചിൻ ഓപ്ഷൻസും മൾട്ടിപ്പിൾ ഗിയർ ബോക്സും ഒക്കെ. പക്ഷേ ഒരു സംഗതി മിസ്സിംഗ് ആണ്. ഇതിന് 4x4 ഒന്നുമില്ല. ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. അത് പറയേണ്ടതുണ്ട്. ഓൾ വീൽ ഡ്രൈവ് വരുന്നു എന്ന് പറയുന്നത് EV ആയിട്ടാണോ വരുന്നത് അതോ ഐസ് ആയിട്ടാണോ നമുക്കറിയില്ല. ഓക്കെ, വരുമ്പോൾ വരട്ടെ. പിന്നെ ഈ ടോപ്പ് എൻഡ് മോഡലിന് പാർക്കിംഗ് ബ്രേക്ക് ഇല്ല എന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ പാർക്കിംഗ് ബ്രേക്ക് റിലീസ് ആവും, നമുക്ക് വണ്ടി എടുത്ത് പോകാം. പക്ഷേ അതിനൊരു ചെറിയ ട്രിക്ക് ഉണ്ട്. നമ്മൾ വണ്ടി ഓഫ് ചെയ്തു, ഓണാക്കി, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്. ഓണാക്കിയിട്ട് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് ഈ പാർക്ക് എന്ന് പറയുന്ന ഈ സ്വിച്ച് ഞെക്കി പിടിച്ചുകൊണ്ട് കാലെടുത്താൽ പാർക്ക് ബ്രേക്ക് മാറി. ഓക്കെ, അതൊരു നല്ല കാര്യമാണ്. അതായത് ഒരു ഓവർ റൈഡ് റെഗുലേഷനാണ്, എന്തായാലും അത് ചെയ്യാൻ പറ്റും. ഈ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന കൺസോൾ പിയാനോ ബ്ലാക്ക് ഫിനിഷില്ല, പക്ഷേ ഇതൊരു ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റാണ്. നമ്മുടെ കൈയിൻ്റെ പാടവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു അലുമിനിയം ഇൻസെറ്റ് കാണാം. ഗിയർ ഷിഫ്റ്റർ ഡയറക്റ്റ് ലിഫ്റ്ററാണ്. അത് ചോദിച്ചപ്പോൾ കോസ്റ്റിൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പാർക്ക്. ഓക്കെ, അത്രയും മോഡുകളാണ്. കീ എന്ന് പറയുന്നത് ഹാരിയർ EV കണ്ട അതേ കീയാണ്. ഈ കീക്ക് ഒരു പ്രശ്നമുണ്ട്, നിലത്ത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വിട്ടുപോകാറുണ്ട്. ഇത് അവർ ശരിയാക്കിയിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഹാരിയർ EVയുടെ കീ റിപ്ലേസ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ചാർജിങ് സെക്ഷൻ കാണാം. ഇത് വയർലെസ് ആണ്. ഒരു ആംറസ്റ്റിൻ്റെ സ്ലൈഡ് ചെയ്യാവുന്ന ആംറസ്റ്റാണ്. അതിനകത്തൊരു സ്റ്റോറേജ് സ്പേസും കാണാം. ഒരു ഇത്തിരി ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസാണ്. എൻ്റെ കൈൻ്റെ ഇത്ര ഭാഗം ഇറങ്ങി കേട്ടോ. പിന്നെ ഇവിടെ കൊടുത്ത ഈ ഒരു കൺസോൾ ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുള്ള സാധനം കാണിക്കണം. അതാണ് ഈ ഡ്രൈവർ സൈഡിലെ ആംറസ്റ്റ് കം ഈ ബട്ടൺസ്. ഇത് ഇളകുമ്പോൾ ഇത് കംപ്ലൈൻ്റ് ആണെന്ന് പലരും പറഞ്ഞു തരാം. ഇത് കംപ്ലൈൻ്റ് അല്ല, ഇത് ഇളക്കിക്കൊണ്ടാണ് ഇത് ഷിഫ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ഇത് ഹാപ്റ്റിക് അല്ലെങ്കിൽ ടച്ചോ അല്ല, ഇത് ഞെക്കി തന്നെ വേണം ചെയ്യാനായിട്ട്. ഇത് ഒരു വിർച്വൽ ആയിട്ടുള്ള സ്വിച്ച് പോലുള്ള കാര്യമാണ്. ഇവിടെ പവറിൻ്റെ സ്വിച്ച് കാണാം. പിന്നെ ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക് ആണ്. ഈ സീറ്റിൻ്റെ ഒരു അപ്പോൾസ്റ്ററി പ്ലഷ് ആണെന്ന് കാണാം. നെക്സ്റ്റ് വണ്ണെന്ന് എടുത്തിട്ട് മോഡിഫൈ ചെയ്താൽ തോന്നി. പക്ഷേ ഇവിടെ തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളതൊരു കാര്യമാണ്. മെഴ്സീഡീസ് ബെൻസിൻ്റെ പോലെ അത് ഒരിത്തിരി ഗുണമായിട്ട് കാണുന്ന കാര്യമാണ്. പിന്നെ ഹെഡ് റെസ്റ്റുകളും ഒരിത്തിരി പ്ലഷ് ആയിട്ട് തോന്നി. ഇവിടെ ബോസ് മോഡ് ഉണ്ട്. പിന്നെ ഇത് ഇലക്ട്രിക് ആണ്. അത് ഇലക്ട്രിക് അല്ല. ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ മെമ്മറി സീറ്റ് അടക്കം എല്ലാം ഉണ്ട്. അത് സ്നാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒരു സ്ക്രീനിൽ കൊടുത്തു. ഈ സ്നാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സെറ്റിംഗ്സും സേവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ സ്നാപ്പിലേക്ക് നമുക്ക് മാറ്റി കഴിഞ്ഞാൽ സീറ്റ് അടക്കം എല്ലാം നമുക്ക് ആ ഒരു സെറ്റിങ്സിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ്. സ്പീക്കേഴ്സ് കാണാൻ ഡോറിൽ ആ ഒരു സ്പീക്കർ ഗ്രില്ല് JBLൻ്റെ ലോഗോ ഉണ്ട്. അംബ്രല്ല ഹോൾഡർ ഉണ്ട്. എല്ലാ കാര്യങ്ങളും, അതായത് ടാറ്റ മോട്ടോഴ്സ് വണ്ടികൾ കാണുന്ന ക്ലെവർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. പക്ഷേ
ഇതെല്ലാം ലൈറ്റ് കളറാണെന്ന് പറയുമ്പോൾ ഇത് മീഡിയ ഡ്രൈവ് തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടുണ്ട്. ആദ്യത്തെ ദിവസത്തെ ആളുകളുടെ അഭ്യാസം തോന്നുന്നു ഹെഡ്ലൈനറൊക്കെ ചളിയായിട്ടുണ്ട്. അതായത് പെട്ടെന്ന് ചളിയാവുന്നുണ്ട് വണ്ടിയിൽ നിന്നുള്ളതാണ്. അതൊരു കളറിൻ്റെ കാര്യമാണ്. പക്ഷേ നമ്മൾ ആശിച്ച് മോശിച്ച് വണ്ടി വാങ്ങുമ്പോൾ അത് സൂക്ഷിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഒന്നും കുഴപ്പമില്ല, നേരാക്കി കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. എന്നാലും ചളിയാവുന്നുണ്ടെന്ന് പറയണം. പിന്നെ ഈ വണ്ടിയുടെ സീറ്റ് ബെല്ലിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കണ്ടു. ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്ക്രീനുകളൊക്കെ തന്നെയും അത്യാവശ്യം റെസ്പോൺസീവ് ഇൻഡ്യൂറ്റീവാണ്. സീറയിലും വ്യത്യാസമല്ല. ഈ 2 സ്ക്രീനുകളും വണ്ടിയുടെ സ്ക്രീനുകളും അത് പാസഞ്ചറിനുമാണ്. എന്ന് വെച്ചാൽ ഇത് ക്ലസ്റ്റർ, ഇത് ഇൻഫോർടൈൻമെൻറ്റ്, അത് എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെ സിമ്പിളായിട്ട് പറയാം. ഇത് കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു വലിയ വലുപ്പം കൂട്ടി നമ്മുടെ കാഴ്ചയെ മറക്കുന്നൊന്നുമില്ല. നമ്മുടെ വ്യൂ പോയിൻ്റ് താഴെയാണ്, നമുക്ക് ബോണ്ട് കണ്ടുകൊണ്ട് ഓടിക്കാൻ പറ്റും വണ്ടി. ഞാനിപ്പോൾ സീറ്റായിട്ടും താഴത്താണ്, എനിക്ക് എല്ലാം കാണാം. അപ്പോൾ ഈ സ്ക്രീനിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സറൗണ്ട് വ്യൂ ക്യാമറ, സംഭവം വെള്ള വണ്ടിയാണ് കാണിച്ചാണ് റെഡ് വണ്ടിയിൽ, പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട്. 2D 3D ഓപ്ഷൻസ് കാണാം. പിന്നെ ക്വിക്ക് സെറ്റിങ്സ്, സൈലൻറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സെറ്റിങ്സിനകത്ത് അഡാസ് സെറ്റിങ്സ്, പ്രിഫറൻസ് ആപ്പ്, റിലാക്സ് മോഡ്, നാവിഗേഷൻ മാപ്പിൾസിൻ്റെ നാവിഗേഷൻ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ആർക്കേഡ് DV പോലുള്ള കാര്യങ്ങളുണ്ട്, ഹൊറിസോൺ വ്യൂ പോലുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സ്ക്രീനാണ് മിഡിൽ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ എന്നുള്ള പറയുന്നത്. ക്ലസ്റ്റർ ആണെങ്കിലോ, ക്ലസ്റ്ററിനകത്ത് നമുക്ക് കാണാൻ പറ്റുക ഡ്രൈവ് മോഡുകളെ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്ക്രീനാണ്. നമുക്ക് മൾട്ടിപ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും, മാപ്പ് നടുവിൽ കാണിക്കാൻ പറ്റും, ഓഡോമീറ്റേഴ്സ്, ട്രിപ്പ് മീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ ഇൻഫർമേഷനൊക്കെ ഉണ്ട്, അഡാസിൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നല്ല റീഡബിൾ ആയിട്ടുള്ള 3 സ്ക്രീനുകൾ, എൻ്റർടൈൻമെൻറ്റ് സ്ക്രീനും ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനും ക്ലസ്റ്ററും കൂടി ചേർന്ന ഒരു വിന്യാസമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇത് വെച്ചപ്പോൾ AC വെൻറ്റുകളെ തടസ്സപ്പെടുത്തുമെന്ന് തോന്നാമല്ലോ, പക്ഷേ ഇല്ല. ഇവിടെ AC വെൻറ്റ് മുകളിലും നടുവിൽ താഴെയുമാണ്. ഈ ക്ലസ്റ്ററിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഡിക്കേറ്റർ നമുക്ക് കാണുന്ന ക്യാമറയും, അത് 2 തരം ക്യാമറ ഉണ്ട്. ഇവിടെ കാണുകയാണെങ്കിൽ വട്ടത്തിൽ ഒരു ക്യാമറ കാണുള്ളൂ. പക്ഷേ നമ്മളത് നടുവിലെ സ്ക്രീനിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൈഡ് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും കാണാൻ പറ്റും. അത് പുതിയതാണ്, അതൊരു പുതിയ കാര്യമായിട്ട് കാണാം. ഫ്യൂൽ മീറ്റർ, ടെമ്പറേച്ചർ മീറ്റർ, ഇൻഫർമേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു വണ്ടിക്കകത്ത് കാണാം. എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, ടാറ്റ വണ്ടികൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിനകത്ത് JBL മോഡുകളിലെ കൂടിയ മോഡുകളിൽ അത് കുറച്ചുകൂടി നമ്പേഴ്സ് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ സൈലൻറ്റ് മോഡ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, നാവിഗേഷൻ പുതിയത് എനിക്ക് തോന്നുന്നു ആപ്പിൾസിൻ്റെ നാവിഗേഷനുമായിട്ട് വരുന്ന 2ാമത്തെ കാറാണ് ടാറ്റ സിയറ എന്നുള്ളതാണ്. പിന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഫേവറേറ്റ്സ് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതിനകത്തേക്ക് ഞാൻ കൂടുതലായിട്ട് വരേണ്ട കാര്യമില്ല, കാരണം സ്ക്രീൻ എന്ന് പറയുന്നത് എല്ലാം തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. മാപ്പ് റീഡബിൾ ആണ്, ഒരു വിർച്വൽ മാപ്പ് പോലെ തോന്നി. പിന്നെ ക്യാമറ ക്വാളിറ്റി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അഡാസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വെച്ചത് മുകളിലായിട്ടാണ്, ഇവിടെ മുകളിലെ ആ ഒരു പാനലിലാണ്. ഇവിടെ താഴെ മോഡുകളുണ്ട്, ഡമ്മി ബട്ടൺസ് ഉണ്ട്, സ്പോർട്ട് മോഡ്. ഈ ബൂട്ട് തുറക്കാൻ ഞെക്കി പിടിക്കണം. അതായത് കർവിൽ ഞാൻ പറഞ്ഞു കൈ കൊണ്ടപ്പോൾ ബൂട്ട് തുറന്ന് വണ്ടി ഓടുമ്പോൾ എന്നുള്ളത് ടാറ്റ മോട്ടോഴ്സ് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഞെക്കി പിടിച്ചാൽ മാത്രമേ തുറക്കുള്ളൂ. പാർക്ക് ബ്രേക്ക് ഇല്ലെങ്കിലും ഓട്ടോ ഹോൾഡ് ഉണ്ട്. ടെറൈൻ സെലക്ട് മോഡ് കാണാം, 3 ടെറൈൻ ഉണ്ട്. അതായത് ഈ ടെറൈനോട് കൈ ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ, വെറ്റ്, അതുപോലെ റോ അല്ലെങ്കിൽ റഫ് റോഡുകളിൽ ഓടിക്കാനുള്ള ഓപ്ഷൻസ് കാണാം. ട്രാക്ഷൻ മോഡുകളാണ് ബേസിക്കലി അതിനകത്ത് കാണാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഈ ഡാഷ്ബോർഡിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. പിന്നെ മുകളിലേക്ക് വന്നാൽ ഇവിടെ ടാറ്റ മോട്ടോഴ്സ് ഒരു കാര്യം ചെയ്യുന്നത് കണ്ണാടിയും ലൈറ്റും എല്ലായിടത്തും കൊടുത്തുള്ളതാണ്. പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ഇത് പുതിയതാണ്, ഇതിപ്പോൾ അധികം വണ്ടികൾ നമ്മൾ കണ്ടില്ല. മിറർ ഓട്ടോ ഡിമ്മിങ് ഉണ്ട്, അത് കാണാവുന്ന കാര്യമാണ്. ഈ സ്വിച്ചുകളൊക്കെ തന്നെ ടച്ചാണ്. ടച്ച് എന്ന് പറയുമ്പോൾ ഞെക്കണം, പക്ഷേ അതൊരു ടച്ച് ബേസ് പോലെയാണ്. ഈ ബട്ടണിൽ നമുക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്യാം. ഇതെല്ലാം പാർട്ട് ഷെയറിംഗ് ആണ്, എല്ലാം ടാറ്റ മോട്ടോഴ്സിലെ വണ്ടികൾ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബോണറ്റിൻ്റെ 2 ഭാഗങ്ങൾ കാണാനുള്ളത് നെക്സോണുമായിട്ട് സാമ്യമായിട്ട് തോന്നി. ഇവിടെ ഒരു ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുക്കുന്നു, പക്ഷേ അവിടെ നമുക്ക് ഐഡൽസ് ഒന്നും വെക്കാൻ പറ്റില്ല, കാരണം അതൊരു ഒത്തിരി റഫാണ്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ലെഗ് സ്പേസ് സിയറയ്ക്കാന്ന് പറയുന്നത് അത് കറക്റ്റാണ്. 2 കൈയിൻ്റെ ഗ്യാപ്പ് ഇപ്പോൾ തന്നെ കാണാം. ഞാൻ ഓടിക്കുന്ന ഒരു പൊസിഷൻ ഇട്ടാൽ ഇത് ബ്ലാക്ക് ഇൻസെർട്ട്, ഇവിടെ 2 ഇൻസെർട്ടുകളുണ്ട്. ഈ സ്റ്റിച്ചിനൊക്കെ ഒരു വേവി ഫീൽ ഉണ്ട്. ഓക്കെ, അതൊക്കെ തന്നെയും പുതിയ കാര്യങ്ങളാണ്. എന്ന് പറയുമ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ വ്യത്യാസങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ല, അതൊരു പ്രീ പ്രൊഡക്ഷൻ മോഡലിൻ്റെ കാര്യമായിട്ട് കാണാൻ മതി. ചിലപ്പോൾ വണ്ടി വരുമ്പോൾ ശരിയായിരിക്കും. 2 ഹോൾഡറുകളുണ്ട്, എന്ന് വെച്ചാൽ പോക്കറ്റുകളുണ്ട്, എന്ന് വെച്ചാൽ 3 പോക്കറ്റ് മൊത്തമുണ്ട്. പിന്നെ ഫ്ലോർ ഫ്ലാറ്റാണ്. ഈ സീറ്റിന് 2 തരത്തിൽ റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് പറ്റിയ വണ്ടിയാണെന്ന് പറയാം, ഈ വണ്ടി പറയാം. അതിന് കാരണം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പുതിയ വണ്ടി മേടിക്കാൻ പോകുന്നു പറഞ്ഞു. ഏത് വണ്ടിയാണെന്ന് അറിയില്ല. പുള്ളിക്ക് വേണമെങ്കിൽ സിയറ മേടിക്കാം, കാരണം ഇലക്ഷൻ വരില്ലേ, ജയിച്ചാലും തോറ്റാലും ഇവിടെ നിന്നുകൊണ്ട് സിമ്പിളായിട്ട് കാര്യം നടത്താൻ പറ്റും. അതായത് ഒരു സേഫ്റ്റി നോട്ടുണ്ട്. സൺറൂഫ് എന്ന് പറയുന്നത് ആളുകൾ കയറി നിൽക്കാനല്ല, അത് രാഷ്ട്രീയക്കാർക്കും അമ്പല കമ്മിറ്റിക്കാർക്കും മാത്രമാണ് അലൗഡുള്ളൂ ഗവൺമെൻറ്റിൻ്റെ. രാഷ്ട്രീയക്കാർ പ്രചരണം നടത്തുമ്പോൾ കേസെടുക്കില്ല. അമ്പല കമ്മിറ്റിക്കാർ പൂരം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഉത്സവം നടത്തുമ്പോൾ വണ്ടർ മോൾ കെട്ടി വെച്ച് കൊണ്ടായാലും കേസില്ല. പക്ഷേ സാധാരണക്കാർ ഇത് അപകടമാണ്, കേസാവും, സൂക്ഷിക്കാം. ഇവിടെ AC വെൻ്റ് ഉണ്ട്. AC വെൻ്റ് മാത്രമല്ല സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ 2 USB പോർട്ടുകളുണ്ട്. ഓക്കെ, ഈ USB പോർട്ടിൽ നമുക്ക് USB കുത്തി കഴിഞ്ഞാൽ ആ സ്ക്രീനിൽ നമുക്ക് കാര്യങ്ങൾ കാണാവുന്നതാണ്. അതായത്
മുന്നിൽ മാത്രമല്ല പിന്നിലിരിക്കുന്ന ആൾക്കും ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊരു ബോസ് മോഡാണ്. ഈ ബോസ് മോഡ് എന്ന് പറയുന്നത് നമുക്ക് സീറ്റിനെ മുന്നോട്ടും പിന്നോട്ടും ആക്കാൻ പറ്റും, എത്ര വേണമെങ്കിൽ ലെഗ് റൂം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഹെഡ് റൂം നല്ലതാണ്. ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹുക്ക് കാണാം. ഹുക്ക് മാത്രമല്ല ഒരു ഹാൻഡിലും കാണാം. പിന്നെ ഞാൻ ഈ ഒരു ഭാഗം എന്ന് കാണിക്കട്ടെ. ഈ ഒരു ഭാഗത്ത് എന്ന് പറയുന്നത് ആംറസ്റ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇളകി പൊട്ടിപ്പോകുന്ന ചാൻസ് കൂടുതലാണ്. വലിച്ച് അടച്ചിട്ട് ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്, ഇവിടെ സ്പീക്കറുണ്ട്. ഈ ഒരു ഭാഗം ഒരിത്തിരി ക്ലസ്ട്രോഫോബിയ ഉണ്ടാക്കും. ഇതെവിടെ കാണാമല്ലോ. പിന്നെ ഒരിത്തിരി ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പഴയ സിയറയ്ക്ക് വേണ്ടിയിട്ട് സിയറയുടെ ഡിസൈനായിട്ട് ചെയ്യുമ്പോൾ ഒരിത്തിരി തിക്കായിട്ടുള്ള ബി പില്ലർ വേണ്ടിയിരുന്നു. അതിനുവേണ്ടി ചെയ്താണ്. അത് ഗുണം ചെയ്തോ ദോഷം ചെയ്തോ നിങ്ങൾ പറയൂ. കാരണം വണ്ടി ഓടിച്ച് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഡോർ പോക്കറ്റുകളുണ്ട്. ഡോർ പോക്കറ്റിൽ നമുക്ക് അംബർല ഹോൾഡർ കാണാം, ബോട്ടിൽ ഹോൾഡർ കാണാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. പിന്നെ ഈ സംഗതി ഇതിപ്പോൾ ബേസ് മോഡൽ മുതൽ അങ്ങോട്ടുണ്ട്. അത് ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചറായി മാറി. ഇപ്പോൾ സേഫ്റ്റിയുടെ കൂടെ വന്ന കാര്യങ്ങളായിട്ട് ടാറ്റ സിയറ കൊണ്ടുവരുന്ന കാര്യമായിട്ട് കാണാം. കൂടാതെ ആംറസ്റ്റിൽ 2 കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. 3 ഹെഡ് റെസ്റ്റുകൾ, 3 സീറ്റ് ബെൽറ്റ്. ഓക്കെ, അതൊക്കെ സ്റ്റാൻഡേർഡായിട്ട് കാണാം. ചില കാര്യങ്ങളിൽ നമ്മൾ നോട്ടീസ് ചെയ്യും. ടാറ്റ മോട്ടോഴ്സിൻ്റെ അല്ലെങ്കിൽ മറ്റ് വണ്ടികളൊക്കെ നോട്ടീസ് ചെയ്യും. അല്ലോ, ഈ വെതർ സ്ട്രിപ്പിൽ പെയിൻറ്റ് ആകുന്നില്ലേ, അതായത് പെയിൻറ്റ് അടിച്ചിട്ട് അപ്പം തന്നെ അടച്ച കാരണമായിട്ടായിരിക്കും. പിന്നെ ഈ പ്ലാസ്റ്റിക് പീസുകളിലൊക്കെ റഫ് എഡ്ജസ് കാണാം. ഓക്കെ, ഡോർ തുറന്നു വെച്ചാൽ ഒരു ഹസാർഡ് ലൈറ്റ് ഇവിടെ ഉണ്ട്. അതായത് വണ്ടികൾക്ക് ഹസാർഡാണ്, മിന്നൊന്നുമില്ല. ഇനി ഹസാർഡ് ലൈറ്റാണെന്ന് പറയുന്നത് മിന്നുന്ന ലൈറ്റ് എന്നാണ് വരരുത്. ഞാൻ പറഞ്ഞത് ഹസാർഡാണെന്ന് കാണിക്കാൻ വേണ്ടി റെഡ് ലൈറ്റ് ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ കണ്ട കാറുകളിലെ ഏറ്റവും വലിയ ഡെഡ് പെഡൽ ടാറ്റ സിയറയ്ക്കുള്ളിലാണ്. നടുവിലെ സീറ്റ് ബെൽറ്റ് ക്ലിക്ക് ചെയ്യുന്നത് 2 ക്ലിക്കിലാണ് പിന്നിലത്തെ. അത് ഒരു പ്രത്യേകതരം മെക്കാനിസമാണ്. ആ റിക്ലൈൻ ചെയ്യുന്ന ഹാൻഡിലും കൊള്ളാം. 11,49,000 രൂപയ്ക്കാണ് സിയറയുടെ ബേസ് മോഡൽ ലോഞ്ച് ചെയ്യുന്നത്. ബേസ് മോഡൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ആ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ, ആ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ സംഗതി കൊള്ളാം. പക്ഷേ ടോപ്പിൻ്റെ മോഡലിൻ്റെ വില അവർ പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു 20 lakhs മുകളിലായിരിക്കാനാണ് വഴി. കാരണം ക്രെറ്റ, സെൽറ്റോസ് എന്ന് പറയുന്ന വണ്ടികളുടെ പ്രൈസ് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും വലുപ്പം കൂടിയ വണ്ടി എന്നുള്ളതും കൗതുകങ്ങളുള്ള വണ്ടികളുള്ള സിയറയെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തായാലും വണ്ടി റോഡിലേക്ക് എടുത്ത് ഓടിക്കണം. ഓടിച്ചിട്ട് ഈ 1.5 ലിറ്റർ ടർബോ എങ്ങോട്ട് പറയാം. കാരണം ടാറ്റയുടെ പുതിയ തലമുറ എഞ്ചിൻ അല്ലേ. വീഡിയോ ഒക്കെ എടുത്ത് വീട്ടിൽ വന്നിരിക്കുമ്പോഴാണ് സിയറയുടെ പ്രൈസ് വന്നത്. 1.5 ലിറ്റർ ഹൈപ്പരിയോൺ എഞ്ചിനുള്ള ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 17,99,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് എല്ലാം വരുമ്പോൾ ഓക്കെ, ഒരു 22-23 രൂപയ്ക്കുള്ളൊക്കെ ഓൺ റോഡ് പ്രൈസ് കിട്ടുമെന്ന് പറയുമ്പോൾ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ പ്രൈസ് കുറവാണെന്നുള്ളത് ഇതിനൊരു ബെനിഫിറ്റാണ്. അത് നല്ല കാര്യമായിട്ട് കാണാം. ഈവൻ വിക്ടോറിയസിനേക്കാളും പ്രൈസ് കുറവാണ്. ടാറ്റ സിയറ വരും പറഞ്ഞിട്ട് വന്നത് പുതിയ 2 എഞ്ചിനുമായിട്ടാണ്. കയറാം, ഡൗൺ ഷിഫ്റ്റ് ചെയ്തു. M3, M2, അത്രമാത്രം ഒരു അഗ്രസീവ്നെസ് അല്ല വണ്ടിക്ക്. ഡ്രൈവബിലിറ്റി ഉണ്ട് എന്നാ പറയാൻ പറ്റുക. ടർബോ ലാഗ് എനിക്ക് ഫീൽ ചെയ്തില്ല. ടർബോ ലാഗ് ഇല്ല എന്ന് തന്നെ പറയാം. ചെറിയ ലാഗ് പോലും ഫീൽ ചെയ്തില്ല. ഓക്കെ, താങ്ക്സ് ടു ദ ഏസിൻ 6 സ്പീഡ് ഓട്ടോമാറ്റിക്. അതായത് പുതിയ ടോർക്ക് കൺവെർട്ടറാ. ഇവർ ഹുണ്ടായുടെ ടോർക്ക് കൺവെർട്ടർ ആയിരുന്നു സഫാരിയിലും ഹാരിയറിലൊക്കെ. ഇതിപ്പോൾ 1.5 കൂടെ ഏസിൻ്റെ ആണ്. ഏസ് എന്ന് പറയുമ്പോൾ ടൊയോട്ട ബ്രാൻഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഈ വണ്ടിയുടെ ആ ഒരു ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് DCA പോലെ ക്യുക്കല്ല. പക്ഷേ ഡ്രൈവബിലിറ്റിയുടെ കാര്യം വരുമ്പോൾ ഇത് നല്ല ഒരു ഗിയർ ബോക്സ് ആണ് എന്നുള്ളതാണ് തെളിയിച്ചു കഴിഞ്ഞാൽ കാര്യം. വീണ്ടും പറഞ്ഞ കാര്യമില്ല. ഈ എഞ്ചിനുമായിട്ട് മേറ്റ് ചെയ്തപ്പോൾ അത് അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അഗ്രസീവ് അല്ല, ഡ്രൈവബിലിറ്റി ആണ്. പിന്നെ ഹാൻഡ്ലിങ്, ഈ കാലിൻ്റെ പാടൊക്കെ കുറങ്ങേണ്ട കേട്ടോ, ഒന്നും ചെയ്യില്ല. പിന്നെ ഹാൻഡ്ലിങ് ആൻഡ് റൈഡ് എന്ന് പറയുമ്പോൾ FSD, ഫ്രീക്വൻസി സെലക്റ്റഡ് ഡാമ്പർ വെച്ചിട്ട് ഇതിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റി മേടിച്ചതെന്ന് പറയാം. എനിക്ക് തോന്നുന്നു ലോവർ വേരിയൻറ്റുകളിൽ 18 ഇഞ്ച് വീലാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഡ്രൈവബിലിറ്റിയും അല്ലെങ്കിൽ റൈഡ് ക്വാളിറ്റി ഒക്കെ കൂടും. ഇത് എന്ന് പറയുന്നത് 19 ഇഞ്ച് വീലാണ്. ഒരിത്തിരി ഓവർക്കിലാണ് ഇൻ മൈ ഒപ്പീനിയൻ. അതായത് ഈ ഒരു സൈസ് വണ്ടിക്ക് ഇപ്പോൾ സെൽറ്റോസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ക്രെറ്റ ആണെങ്കിലും ഒന്നും അതില്ല. ഓക്കെ, അത് ഇവരൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്താണ്, നല്ല കാര്യം. സ്റ്റിൽ എനിക്ക് തോന്നുന്നു 18 ഇഞ്ച് വാങ്ങുന്നതാണ് ലാഭം. അല്ലെങ്കിൽ ടയർ മാറുമ്പോൾ വിവരം അറിയും. സ്റ്റിയറിംഗിന് നല്ല ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ടാറ്റയുടെ തനതായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. അല്ലാണ്ട് അഗ്രസീവായിട്ട് അഗ്രസീവ് നമുക്ക് രണ്ടാമത് ഉപയോഗിക്കണം. എന്നാലും അഗ്രസീവായിട്ട് നമുക്ക് അങ്ങനെ മാനുവർ ചെയ്യുമ്പോൾ, അതായത് ഈ സ്റ്റിയറിംഗിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ഇതിനെ എപ്പോഴും അനോയിങ് ആണ് എനിക്ക്. ഇത് പിടിക്കുമ്പോൾ ഈ സ്വിച്ചിൻ്റെ മുകളിൽ കൈകൊള്ളുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും മാറ്റമില്ല, ഇനി മാറാനും പോകുന്നില്ല. കാരണം ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു സ്റ്റിയറിംഗിലേക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നല്ല കാര്യം എന്ന് പറയുന്നത് 4 സ്പോക്കാ. അപ്പോൾ ഇവിടെ പിടിക്കണ്ട, ഇവിടെ പിടിച്ചാലും മതി. ഓക്കെ, ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കണ്ടോ, ADAS, അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ഉള്ള ഈ വണ്ടിക്ക്
നമുക്ക് നമ്മുടെ ഒരു കൈവിട്ട് വണ്ടി ഓടിക്കാനും അല്ലെങ്കിൽ വണ്ടിയുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടോർ അസിസ്റ്റ് സ്റ്റിയറിംഗ് ആണ്. എന്നാലും ക്യുക്കായിട്ടുള്ള സ്റ്റിയറിംഗ് ആണെന്ന് പറയാം ഫോർ എൻ SUV സ്റ്റാൻഡേർഡ്സ്. പഴയ സിയറ വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് അജഗജാന്തരമാണ്. അന്ന് വന്ന ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് വേഗമായിരുന്നു, അത് ഹാൻഡിൽ ചെയ്ത് ബോട്ടിലേക്കായിരുന്നു. ഇതൊരു കാറാണ്, ഒരു മോണോക്കോക്കാണ്. ഓക്കെ, മക്ഫേഴ്സൺ സ്ട്രട്ട് തന്നെയാണ് ഫ്രണ്ടിൽ, പിന്നിൽ ടോർഷൻ ബീമാണ്, സാധാരണ സസ്പെൻഷനാണ്. അതിൻ്റെ കൂടെ FSD അതായത് ഫ്രീക്വൻസി സെലക്റ്റഡ് ഡാമ്പർ ഉണ്ട് എന്നുള്ളതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് മിഡ് സൈസ് SUV സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു നല്ല സസ്പെൻഷനുള്ള നല്ല റൈഡ് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി എന്ന് ടാറ്റ സിയറയെ പറയാം. വലിപ്പം കൂടുതലാണ്, റൈഡ് ക്വാളിറ്റി നല്ലതാണ്, എഞ്ചിൻ എങ്ങനെ, എഞ്ചിനും നല്ലതാണ്, ടർബോ പെട്രോൾ ഫോർ എക്സാമ്പിൾ. അതായത് 3-4 കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ടർബോ പെട്രോൾ എഞ്ചിൻ്റെ കൂടെ ടോർക്ക് കൺവേർട്ടർ വെച്ചു, DCA വെച്ചില്ല എന്നുള്ളതാണ്, വിച്ച് ഈസ് ഗുഡ്. എന്നാൽ എന്നയുടെ കൂടെ അവർ DCA കൊടുത്തു. ഓക്കെ, അതെന്തോട്ടെ. ബേസ് മോഡലിൻ്റെ പ്രൈസ് നമ്മൾ കണ്ടു, 1149 എന്ന് പറയുന്ന ബേസ് മോഡലിൻ്റെ ആ ഒരു അടുത്ത 2-3 വേരിയൻ്റ് അപ്പുറത്ത് ഓട്ടോമാറ്റിക് കിട്ടും. അതിന് 2 ലക്ഷം രൂപ കൂടുതലായിരിക്കുമെന്ന് തന്നെ കരുതിയാലും 7 സ്പീഡ് DCA എന്ന് പറയുന്നത് ഒരു സാധാരണ വണ്ടി ഓടിച്ച് നടക്കുന്ന ഒരാൾക്ക് പറ്റിയ കാര്യമായിട്ട് കാണാം. സ്റ്റിൽ എനിക്ക് ഓടിക്കണം. ആറ്റ്കിൻസൺ സൈക്കിൾ എഞ്ചിനിൽ ഞാൻ ഇത്തിരി സ്കെപ്റ്റിക്കലാണ്, എന്നാലും ഒന്ന് ഓടിച്ചു നോക്കേണ്ടതുണ്ട്. ടാറ്റ സിയറ, ടാറ്റ സഫാരി, മഹീന്ദ്ര സ്കോർപിയോ അല്ലെങ്കിൽ മഹീന്ദ്ര ബൊലേറോ, ഇതെല്ലാം തന്നെയും മലയാളിയുടെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വണ്ടികളാണ്. ഓക്കെ, സിയറ എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു ഹിസ്റ്ററി വീഡിയോയിൽ പറഞ്ഞ പോലെ സിയറ ഒരു വൻ ഹിറ്റൊന്നും ആയിരുന്നില്ല. അതിന് കാരണം അന്നത്തെ വില 5 ലക്ഷത്തി സംതിങ് ആയിരുന്നു സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ബോഡി ഷേപ്പ്, AC ഇല്ലെങ്കിൽ വെന്തുരുകുന്ന ഒരു ക്യാബിൻ, അതായത് ഗ്ലാസ് ഒക്കെ ഫിക്സ്ഡ് ആയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റുഡിമെൻ്ററി ആണ്, എന്നാൽ ഒരിത്തിരി ബെറ്റർ എന്ന വണ്ടി എന്ന നിലയ്ക്ക്, ഇന്ത്യയിലെ ആദ്യ SUV എന്ന നിലയ്ക്ക്, ഇന്ത്യയിൽ നിന്ന് വെച്ചാൽ ആദ്യ SUV എന്ന നിലയ്ക്ക് സിയറ അന്നത്തെ കാലത്ത് ഒരു വിപ്ലവം തന്നെ ആയിരുന്നു പറയാം. ഓക്കെ, അന്ന് ആളുകളുടെ അതിനകത്ത് മാത്രം പൈസയൊന്നുമില്ല, അതൊക്കെ കാര്യമുണ്ട്. കാരണം മാരുതി 800 പ്രൈസ് എന്താ നിങ്ങൾക്ക് അറിയാവുന്ന ആ ഒരു കാലത്ത്. അവിടെ നിന്ന് അങ്ങോട്ട് സഫാരി വന്നപ്പോൾ വഴിമാറിപ്പോയതാണ് സിയറ. പിന്നെ സിയറ വരുന്നത് ഇപ്പോൾ 2023 നമ്മൾ കണ്ടപ്പോഴാണ്. അവിടെ നിന്ന് അങ്ങോട്ടത്തെ ഈ വണ്ടിയുടെ നമ്മുടെ കയ്യിൽ എത്തി നിൽക്കുകയാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇനിയുള്ള വണ്ടികളുടെ എഞ്ചിനായിട്ടുള്ള ടർബോ പെട്രോൾ 1.5 GDI, അതായത് ഗ്യാസലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടർബോ, അതാണ് ഈ എഞ്ചിൻ എന്ന് പറയുന്നത്. 160 PS ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. പിന്നെ മാനുവൽ ഷിഫ്റ്റർ അത്ര നമുക്കത്ര ബുദ്ധിമുട്ടിലാണ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഷിഫ്റ്റൊക്കെ കമാൻഡൊക്കെ എടുക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത്. അതായത് ടാറ്റ സിയറ എന്ന് പറയുന്നത് കോമ്പറ്റീഷനിൽ നോക്കുമ്പോൾ സൈസ് കൊണ്ടും ലുക്ക് കൊണ്ടും മുന്നിട്ട് നിൽക്കുമായിരിക്കും. സ്റ്റിൽ പ്രകടനപരത എന്ന് പറയുന്ന പെർഫോമൻസിൽ ഈ 1.5 എന്ന് പറയുന്നത് അത്രമാത്രം ഒരു അഗ്രസീവായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ടോർക്ക് കൺവേർട്ടർ ഡീസലിൻ്റെ കൂടെയും പെട്രോളിൻ്റെ കൂടെയും, പെട്രോൾ എന്നയുടെ കൂടെ DCAയും, പിന്നെ എല്ലാറ്റിനും കൂടി മാനുവലുണ്ട്. ഓക്കെ, മാനുവൽ ഇതിൻ്റെ കൂടെ മാനുവലില്ല കേട്ടോ, ഇത് ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ ഈ 1.5 എന്ന് പറയുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ മെയിനായിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ആ സിയറയുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്റോറിക് അല്ലെങ്കിൽ ലെഗസി തന്നെയാണ്. ആ ലെഗസി എന്തായാലും ഈ വണ്ടിക്കുണ്ട്, അത് പേരിലെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിന് റെഡ് ഡോട്ട് അവാർഡ് കിട്ടിയ ഡിസൈനാണ് ഈ സിയറയ്ക്ക്. അതിന് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ സ്ക്രീനുകളുടെ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് 2 സ്ക്രീനും ആ HUD ഡിസ്പ്ലേ ഉള്ള ആ ഒരു മോഡലാണ് ഇഷ്ടം. കാരണം അതാണ് ഒരിത്തിരി കൂടി നമുക്ക് നോവൽറ്റി ആയിട്ട് തോന്നുക. കാരണം ഇത് ഒരിത്തിരി ഓവർക്കില്ലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുള്ളൂ. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ പോലുള്ള കാര്യങ്ങളിൽ കൊടുത്തിട്ടുള്ള ഫ്രണ്ട് സൈഡ് ക്യാമറയുടെ കാര്യം, ഈ ആംറെസ്റ്റുകളുടെ കാര്യം, ഇതെല്ലാം നല്ലതാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മികച്ച ടാറ്റ മോട്ടോഴ്സിൻ്റെ കാറാണ് ഈ സിയറ എന്ന് പറയാം. പക്ഷേ പഴയ സിയറയുമായിട്ട് പുലബന്ധം പോലും ഇല്ല എന്നുള്ളതാണ്. അത് ബോഡി ഓൺ ഫ്രെയിം, ഇത് മോണോക്കോക്ക്, അതിനകത്ത് പെട്രോൾ എഞ്ചിനില്ല, അതിനകത്ത് പെട്രോൾ എഞ്ചിൻ ഉണ്ട്, അതിനകത്ത് ഓട്ടോമാറ്റിക് ഇല്ല, അതിനകത്ത് ഓട്ടോമാറ്റിക് ഉണ്ട്. അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുമായിട്ട് ഇമ്പ്രൂവ്ഡ് ആയിട്ട് വന്ന വണ്ടിക്ക് അവർ സിയറ എന്ന പേര് കൊടുത്തത് അഭിനന്ദനാർഹമാണ്. പക്ഷേ സഫാരി എന്ന് കൊടുത്ത പോലെ സിയറയ്ക്ക് ആയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സഫാരി ഗ്രാവിറ്റാസ് ആയിരുന്നെങ്കിൽ അതൊന്നും നന്നായിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സിയറയ്ക്ക് പേരിന് വേണ്ടിയിട്ടെങ്കിലും ഒരു 4 വീൽ ഡ്രൈവ് വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾ വീൽ ഡ്രൈവ് വരുന്നതോടുകൂടി ആ പ്രശ്നം അങ്ങ് പരിഹരിക്കുന്നതാണ്. ഇലക്ട്രിക് വരുന്നുണ്ടെന്ന് പറയുന്നു. ഓക്കെ, ഇതിൻ്റെ ടോപ്പിൻ്റെ പ്രൈസ് വരട്ടെ, അപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. സത്യത്തിൽ സിയറ കണ്ടു തുടങ്ങിയ അന്ന് മുതലേ സിയറ വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടുത്തെ ഗ്ലാസിൻ്റെ ഒരു ഭാഗത്ത് ഒടിച്ച് സ്റ്റിക്കറല്ല, അത് പാനലാണേ. ആ പാനലിന് പകരം ഗ്ലാസ് വരാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മാർട്ടിൻ എടുത്തു പറഞ്ഞത് സേഫ്റ്റിയാണ്. അപ്പോൾ ഈ വണ്ടിക്കകത്ത് അത്യാവശ്യം സേഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അത് സിയറ ടു സിയറ അവർ ഒരു ക്രാഷ് ടെസ്റ്റൊക്കെ നടത്തി. എനിക്ക് തോന്നുന്നു അതിന് ഇത്തിരി ഒരു ധൈര്യം വേണം. 2 വണ്ടികൾ തമ്മിൽ ഒരേ സ്പീഡിലൊന്നും ഇടിച്ചിട്ടൊക്കെ ക്രാഷ് ടെസ്റ്റ് നടത്താനായിട്ട് ടാറ്റയ്ക്ക് അതുണ്ട്, ടാറ്റ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാറ്റയ്ക്ക് ഒരു പക്ഷേ നിങ്ങൾ പലയിടത്തും റഫ് എഡ്ജുകൾ കാണും, സർവീസ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. പക്ഷേ ആസ് എ പ്രോഡക്റ്റ്, ആസ് എ ഇന്ത്യൻ കമ്പനി, ആസ് എ കാർ മാനുഫാക്ചറർ, ടാറ്റ ഈസ് ഗെറ്റിംഗ് ബെറ്റർ എവറി ഡേ. ആ മാറ്റങ്ങൾ നമുക്ക് അതിനകത്ത് സിയറയ്ക്ക് അത് ശരിക്കും കാണാൻ പറ്റും കേട്ടോ. ഇത് ഒരു SUV എന്ന് വിളിക്കുമ്പോൾ SUV സ്വഭാവമുണ്ടോ? എന്താ വേണ്ടത്? ഒന്ന്, ബോണറ്റ് കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കണം. യെസ്, നമ്മൾ ബോണറ്റ് കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കണം. ഞാൻ ഇരിക്കുന്ന താഴത്താണെങ്കിലും. പിന്നെ 3 സ്ക്രീൻ വെച്ചു, പക്ഷേ കാഴ്ച പോയിട്ടില്ല, അതൊരു കാര്യമാണ്. ഈ 3 സ്ക്രീൻ എപ്പോഴും ഓവർക്കില്ലാണെന്ന് തോന്നാൻ കാരണം എന്ന് പറയുന്നത് അതങ്ങനെ ഒരു
പുതിയ ഒരു ട്രെൻഡായി മാറുന്നതുകൊണ്ടാണ്. നമുക്കതിനകത്ത് താതാത്മ്യപ്പെടാനായിട്ട് സമയം എടുക്കും, അല്ലെങ്കിൽ ഒരിത്തിരി സമയം എടുക്കും നമ്മളും അത് ഇഷ്ടപ്പെട്ട് വരാനായിട്ട്. വരുമായിരിക്കും നിങ്ങൾക്ക് ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും ഓക്കെ കൊള്ളാമെന്നൊക്കെ. പക്ഷേ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഏറയിൽ ഓക്കെ ഹെഡ്സെറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ USB പോർട്ട് ഉണ്ട്, നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് അത് ഇൻഡിപെൻഡൻ്റ് ആണ്, അവിടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് പാട്ട് കേൾക്കാം, ഗെയിം കളിക്കാം. ഓക്കെ ഈ സ്മാർട്ട് ഫോൺ ഏറയിൽ ആളുകൾ മൊബൈൽ കുത്തിരിക്കുകയോ വണ്ടിയുടെ ആ സ്ക്രീനിൽ ഇരുന്ന് കാണുമോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും സ്കെപ്റ്റിക്കലാണ്. ഓക്കെ ഫോർ എ ഫാൻസി ഫീച്ചർ നല്ലതാണ്, പിന്നെ ബേസ് മോഡലിന് അതില്ല എന്നുള്ള ഗുണമുണ്ട്. സൗണ്ട് ബാർ എന്ന് പറയുമ്പോൾ ഈ മൊത്തത്തിലുള്ള ഡോൾബി സ്പീക്കർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് സൗണ്ട് ബാറായിട്ട് കാണാം. അതല്ലാണ്ട് സൗണ്ട് ബാർ ഒന്നും പറയാൻ പറ്റില്ല. സൗണ്ട് ബാർ എന്ന് പറയാൻ പറ്റില്ല, റിമൂവബിൾ അല്ല, അത് ഫിക്സ്ഡ് സൗണ്ട് ബാറാണ്, അങ്ങനെ പറയാം. ഈ ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് ഉപേക്ഷിച്ചത് അത് ഒരുപാട് പേർക്കുള്ള മറുപടിയാണ്. അതായത് ന്യൂട്രൽ ഇട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് പാർക്ക് ബ്രേക്ക് ഇടണമെന്ന് പറയുന്ന ആളുടെ അണ്ണാക്കിൽ കൊടുത്ത അടി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അത് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ സാധനം ഇല്ലല്ലോ. പക്ഷേ ടാറ്റ മോട്ടോഴ്സ് എപ്പോഴും എക്സ്പെരിമെൻറ്റ് ചെയ്യാറുണ്ട്. ടാറ്റ മോട്ടോഴ്സ് ഡിസൈനിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാറുണ്ട്, ടെക്നോളജി ചെയ്യാറുണ്ട്. ആ എക്സ്പെരിമെൻറ്റുകളിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യമായിട്ട് സിയറയുടെ ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ കാണാം. ഇപ്പോൾ ആ ടെയിൽ ഗേറ്റ് ഓപ്പൺ ആകുന്ന ആ സംഗതി ഉണ്ടല്ലോ, ഞാൻ ഒരിക്കലേ കൊടുത്തുള്ളൂ ഫീഡ്ബാക്ക്. ഞാൻ ഫീഡ്ബാക്ക് കൊടുത്തല്ല പറഞ്ഞത്, നമ്മളെപ്പോലെ 1000 പേര് കൊടുത്തു കാണും. അതായത് കൈ കൊണ്ട് ഓപ്പണായി ആ ബൂട്ടെന്ന് പറഞ്ഞു, അപ്പോൾ എന്തായി ബൂട്ടിൻ്റെ ബട്ടൻ്റെ പ്രസ് ലോങ് പ്രസ്സാക്കി, വെരി ഗുഡ്. അതായത് അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ് ഫീഡ്ബാക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ. പക്ഷേ അലോയിൽ ഡിസൈൻ എനിക്ക് കൺസെപ്റ്റിൻ്റെ ഡിസൈനാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഡിസൈൻ ചിലപ്പോൾ ഇലക്ട്രിക്കിന് വരുമായിരിക്കും, വന്നില്ലെങ്കിൽ അലോയിൽ ആരും ഇറക്കിക്കോ, ആളുകൾ മേടിച്ചോളും, കുഴപ്പമൊന്നുമില്ല. 4 വീലുകളിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, അത് ഗുണമാണ്. ഓക്കെ പെട്രോൾ എഞ്ചിനില്ലാതെ നിൽക്കക്കളി ഇല്ലാതൊരവസ്ഥ വരുമ്പോൾ നല്ലൊരു എഞ്ചിൻ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ കർവിൻ്റെ കാര്യത്തിൽ ഒരു ക്രീമിയായ എഞ്ചിനാണ് ഹൈപ്പീരിയോൺ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഹൈപ്പീരിയോൺ ഇവിടെ എത്തിയപ്പോൾ ഇതിൻ്റെ ഒരു 4 സിലിണ്ടർ ആയപ്പോൾ റിഫൈൻമെൻറ്റ് ലെവൽ നല്ലതാണ്. അതായത് നമുക്ക് അലോസരങ്ങളില്ല, അല്ലെങ്കിൽ ലഹളയില്ല, കൂടിയ RPM മാത്രമേ സൗണ്ട് അകത്തേക്ക് വരുന്നുള്ളൂ, വിച്ച് ഇസ് ഗുഡ്. പിന്നെ RPM ലിമിറ്റഡ് ആണ്, ടർബോ ആയതുകൊണ്ട് ഒരു 5400 RPM റെഡ് ലൈൻ ആവുന്നുണ്ട്. പിന്നെ ഞാൻ ആ എഞ്ചിൻ്റെ ഒരു ശരിക്കും പിക്ചർ കണ്ടു, എഞ്ചിൻ കണ്ടു. അപ്പോൾ ആ എഞ്ചിനകത്ത് അവർ ഡ്യുവൽ മാസ് ഫ്ലൈ വീലൊക്കെ വെച്ചിട്ടുണ്ട്. 4 സിലിണ്ടർ എഞ്ചിനൊരു DMF എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു റിഫൈൻമെൻറ്റ് കൂട്ടാനായിട്ട് സഹായിക്കും. ഇതിനകത്ത് അങ്ങനെ ഇല്ലയെന്ന് പറഞ്ഞത്. എന്തായാലും എന്തായാലും ഓടിക്കണം. എനിക്കിപ്പോൾ ഓടിക്കാൻ കുറച്ചും കൂടി ക്യൂരിയോസിറ്റി ആയി, കാരണം അവരതിനകത്ത് എന്തൊക്കെയാണ് കൊണ്ടുവച്ചിക്കണമെന്ന് അറിയില്ലല്ലോ. ആറ്റ്കിൻസൺ സൈക്കിൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ഹൈബ്രിഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളതേ ഈ സ്ഥലത്തിൻ്റെ പേര് എപ്പോഴേക്ക് തെറ്റും, ഇത് ചണ്ഡീഗറാണ്. അപ്പോൾ ഇവിടെ ഒരു സിഗ്നൽ നിൽക്കാതെ ഭയങ്കര കൂടിയ നിയമങ്ങളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കാല് കൊടുത്ത് ഓടിക്കാനൊന്നും മെനക്കെടുന്നില്ല, ലീഗൽ സ്പീഡിൽ ഓടിക്കുന്നുള്ളൂ. എന്തായാലും രാവിലെ എടുത്തപ്പോൾ ഞാൻ പെർഫോമൻസ് നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ അത്ര അഗ്രസീവ് അല്ല, സ്റ്റിൽ എനിക്ക് തോന്നുന്നതേ ഈ ഒരു സെഗ്മെൻറ്റിൽ വണ്ടികൾ ആളുകൾ മേടിക്കുമ്പോൾ ഒരിത്തിരി എക്സിക്യൂട്ടീവ് ക്ലാസ് ആയിരിക്കണം, കാണാൻ ലുക്ക് വേണം, ഒരിത്തിരി സവിശേഷതകൾ വേണമെന്നൊക്കെ. അപ്പോൾ ഏറ്റവും വലിയ സൺറൂഫുള്ള വണ്ടി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള വണ്ടി, അങ്ങനെ USPകൾ ഒരുപാടുണ്ട് സീറയ്ക്ക്. അതിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ അന്ന് ലോഞ്ച് ചെയ്ത പ്രൈസ്, ആ ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആകർഷകമാണ്. എനിക്ക് തോന്നുന്നു ആളുകൾ കാത്തിരിക്കുന്ന ഒരു വണ്ടി തന്നെയാണ് സീറ. ആ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഇതോടുകൂടി തീരാണ്, ഡ്രൈവ് കഴിയുന്നു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വാങ്ങാവുന്ന ഒരു വണ്ടിയാണ് ടാറ്റ സീറ. പക്ഷേ നിങ്ങൾ എന്തായാലും എക്സ്റ്റൻഡ് വാറണ്ടി ഒക്കെ എടുക്കണം. ഫുള്ളായിട്ട് ടാറ്റയ്ക്ക് വാറണ്ടി അത്യാവശ്യമാണ്, അറിയാലോ. പിന്നെ എനിക്ക് സർവീസ് സെൻ്ററുകളോട് അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഓക്കെ നിങ്ങളുടെ ടീം എല്ലാവരും കൂടി ഒന്നും കൂടി ഒന്ന് മനസ്സറിഞ്ഞ് വർക്ക് ചെയ്യണം. കാരണം നല്ല പ്രൊഡക്റ്റുകൾ കമ്പനി ഉണ്ടാക്കി തരുന്നത് സർവീസ് ചെയ്ത് നശിപ്പിക്കരുത്, അതൊരു അപേക്ഷയാണ്. കാരണം നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ചീത്തപ്പേരുകളാണ് ടാറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഒഴിവാക്കിയാൽ തന്നെ പകുതി പ്രശ്നം അവിടെ തീരുന്നതാണ്. വണ്ടിയുടെ ആളുകൾ വാങ്ങാൻ കുറച്ചും കൂടി ഒരു റീസണായിട്ടത് മാറും. അപ്പം ഞാനീ പറയുന്നത് ഒരു ഹെയ്റ്റ് സ്പീച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, നമ്മൾ അനുഭവിക്കുന്നതാണ്. നമുക്ക് വണ്ടിയുണ്ട്, ടിയാഗോ കൊണ്ടറിയാലോ. നമ്മൾ ടിയാഗോ റിവ്യൂ കൊണ്ട് അത്യാവശ്യത്തിന് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ അനുഭവിക്കുമ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ നമുക്കറിയില്ല. അപ്പോൾ പറയേണ്ടതുണ്ട്. ഇപ്പോൾ കമ്പനി ഒരിക്കലും കുറ്റം പറയില്ല, കാരണം കമ്പനി ഉണ്ടാക്കുന്ന വണ്ടികൾ, കമ്പനിയുടെ റിസർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, കമ്പനി ഡെവലപ്മെൻ്റ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഈവൻ ഫാക്ടറി പോയി കണ്ടിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ വരുന്നു. ഓക്കെ ടെക്നോളജിക്കലി സകല കാര്യങ്ങളും ടാറ്റ മോട്ടോഴ്സ് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്, കൈ തരുന്നുണ്ട്, കൊണ്ടുവന്നിട്ട് അതുപോലെ എടുത്ത് മര്യാദയ്ക്കൊക്കെ ആളുകളെ കൊണ്ടുകൊടുത്ത് സർവീസ് ചെയ്ത് ഉപയോഗിച്ചാൽ എനിക്ക് തോന്നുന്നു ടാറ്റ മോട്ടോഴ്സിൻ്റെ നല്ല വണ്ടികൾ ഇനിയും വരും. ഇതുപോലെ സഫാരി എന്നുള്ള പേരിൽ സഫാരി വിൻഡോ ആയിട്ട് വീണ്ടും ഒരു വണ്ടി വന്നോട്ടെ, സീറ എന്ന പേരിൽ റാപ്പറോണ്ടായിട്ട് വേറെ വണ്ടി വന്നോട്ടെ. ഓക്കെ വണ്ടികൾ കുറേ വരട്ടെ. അപ്പോൾ നിങ്ങളൊന്ന് കാര്യമായിട്ട് പരിശ്രമിക്കാം, നമുക്കും പരിശ്രമിക്കാം. അപ്പോൾ അത്രേ പറയുള്ളൂ. ശരിക്കും സീറ എനിക്ക് ഓടിച്ചിട്ട് സസ്പെൻഷൻ ഇഷ്ടപ്പെട്ടു, റൈഡ് ഇഷ്ടപ്പെട്ടു, പെർഫോമൻസ് കൊള്ളാം. ടർബോ പെട്രോളിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഷിഫ്റ്റിംഗ് പോയിൻറ്റ്സ് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ മാനുവൽ മോഡിട്ട അത് അഗ്രസീവായിട്ട് കയറിയിട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ M2 ആക്കി കേട്ടോ. അണ്ണാറക്കണ്ണും തന്നെ അത് പറഞ്ഞ പോലെ പറ്റാവുന്നിടത്ത് കാലെടുത്ത് ഓടിച്ചു നോക്കിയാണ്, അത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഓക്കെ റെഡ് ലൈനായി ഷിഫ്റ്റ് ആവും എന്നാലും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ള പറയണത്. സ്റ്റിൽ ചില റഫ് എഡ്ജസ് കാര്യങ്ങളുണ്ട്, അതൊക്കെ വരും കാലങ്ങളിൽ വൃത്തിയായിക്കോളും. ഡീസൽ ഓടിക്കാം കേട്ടോ.
പെട്രോൾ ഓടിച്ചിട്ട് ഡീസൽ ഓടിക്കുമ്പോൾ ഒരിത്തിരി നോയ്സി ആയിട്ട് തോന്നും ഒബ്വിയസ്ലി. പക്ഷേ ഞാൻ എൻ്റെ വണ്ടി ബെഞ്ച് മാർക്ക് ചെയ്യണേ. ഏത് വണ്ടി? എൻ്റെ ഫോർഡ് ഫിഗോ ആസ്പെയർ. ആ വണ്ടി വെച്ച് ബെഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും ഈസി ആയിട്ട്. കാരണം അതിൻ്റെ ഡീസൽ എഞ്ചിൻ നമ്മൾ സ്ഥിരമായിട്ട് ഓടിക്കുന്നതാണല്ലോ. എക്കോസ്പോർട്ട് ആൾസോ അത് 1.5 ആണ്. സ്റ്റിൽ ഇതിൻ്റെ സൗണ്ട് കുറച്ച് കൂടുതലാണ്. ഇറ്റ്സ് ഗെറ്റിംഗ് ലൗഡ്, അതായത് ലൗഡർ, കൂടെ അറിയുമ്പോൾ കൂടുന്നതുകൊണ്ട് ലൗഡ് വരുന്നുണ്ട്. പക്ഷേ ഗിയർ ബോക്സിൻ്റെ ഒരു ഷിഫ്റ്റ് പോയിൻ്റൊക്കെ നല്ലതാണ്. ഞാനിപ്പോൾ സ്പോർട്ട് മോഡാക്കി, സ്പോർട്ട് മോഡാണ് ഓടിക്കുന്നത്. സ്പോർട്ട് മോഡിൽ കുറച്ചും കൂടി അഗ്രസീവായിട്ട് കയറി പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിടിച്ചു വെക്കുന്നുണ്ട്. ഇതിന് 116 PS പവറാണ്. ഓക്കെ, ആ ഒരു സംഗതി വെച്ചിട്ട് ഈ ഡീസൽ വണ്ടിയുടെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത്, നമുക്ക് ഡീസൽ വണ്ടി ഓടിക്കാനായിട്ട് ഇപ്പോൾ AdBlue പോലുള്ള ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അതൊരു വലിയ ഗുണമാണ് കേട്ടോ. കാരണം എന്താ അറിയോ, ഈ വണ്ടി നമ്മൾ കൊണ്ടുനടക്കുമ്പോൾ നമുക്ക് ഡീസലിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ കൂടുതൽ ഒരു കോസ്റ്റ് കൂടി ആഡ് ചെയ്യാണ് എക്സോസ്റ്റ് ഫ്ലൂയിഡ്. പ്രകൃതിക്ക് നല്ലതാണ്, നമുക്ക് പേ ചെയ്യാൻ കുഴപ്പമില്ല, നമുക്കതിനകത്ത് പരാതികളൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് അത് ഒഴിവാക്കാൻ പറ്റും നല്ലതാണ്. അപ്പോൾ അവരിത് വെച്ചാണ് ആ ഒരു LNT ടെക്നോളജിയൊക്കെ വെച്ചത് ഒഴിവാക്കിയേക്കാണ്. മാത്രമല്ല ഇതിനകത്തൊരു റീജൻ ഫംഗ്ഷനും കണ്ടു. അതായത് നമ്മുടെ DPF, ഡീസൽ പർട്ടിക്കുലർ ഫിൽറ്റർ റീജൻ ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് വളരെ മെല്ലെ വണ്ടി ഓടിക്കുന്ന ഡീസൽ ഓടിക്കുന്ന ആൾക്കാരോട് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ഈ വണ്ടി ഓടിക്കുന്നത് മെല്ലെ ആയതുകൊണ്ടാണ് ഇതിനകത്ത് പെട്ടെന്ന് കരി വരുന്നതെന്നും പുക അടിയുന്നതെന്നും പറയാറുണ്ട്. അപ്പോൾ മെല്ലെ ഓടിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു അതിനുള്ളൊരു സൊല്യൂഷൻ കൂടി ടാറ്റ മോട്ടോഴ്സ് ഈ വണ്ടിയിൽ കണ്ടിട്ടുണ്ട്. അതായത് നമുക്ക് ഈ വണ്ടിയുടെ റീജൻ എന്ന് പറയുന്നത് സൈഡാക്കി നിർത്തി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു എയർ കാണിക്കുമ്പോൾ, അതായത് നിങ്ങൾ മെല്ലെ ഓടിച്ചാലും പ്രശ്നമില്ല, കുറച്ച് പുക അടിഞ്ഞാലും കുഴപ്പമില്ല. അതായത് ഓപ്ഷൻ, അതായത് ഇതിൻ്റെ ഡീസൽ പർട്ടിക്കുലർ ഫിൽറ്റർ DPF അത് നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, വിച്ച് ഈസ് ഗുഡ്, നല്ല കാര്യമാണ്. അപ്പോൾ ഈ വണ്ടി ഓടിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഓടിക്കാൻ രസമുണ്ടെന്ന് പറയാനുള്ളത്, അതായത് ഒരിത്തിരി ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി. ഒരിത്തിരി ഹെവി ആയിട്ട് ഫീൽ എന്ന് പറയുമ്പോൾ പെട്രോളിലും ആ പ്രശ്നം ഉണ്ടായിരുന്നു. ഹെവി ആയിട്ട് ഫീൽ ചെയ്യാൻ പറയുമ്പോൾ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഫീൽ തോന്നില്ല. ഒരിത്തിരി ഹെവി ഉണ്ട് വണ്ടി, ഒത്തിരി വെയിറ്റ് കൂടിയ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്ക് കാണാം. അപ്പോൾ വിഡ്ത്തും ഹൈറ്റും അല്ലെങ്കിൽ വെയിറ്റും ഒക്കെ കൂടി ഇത്തിരി ഒരു മസിൽമാൻ ആണ് സിയറ. ആ മസിൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി വണ്ടി ഒന്നും കൂടി പെപ്പി ആയതിനെ, ഒന്നുകൂടി രസമായിട്ട് ഓടിക്കാൻ പറ്റുമായിരുന്നു തോന്നി. പക്ഷേ ഡീസൽ 1.5 ആയതുകൊണ്ട് മോശമൊന്നുമില്ല, നമുക്ക് എത്തിപ്പിടിക്കാവുന്ന വിലയിൽ കിട്ടുന്നു എന്നുള്ള പറയുന്നത്. പക്ഷേ പെട്രോൾ ആണെങ്കിൽ ചോയ്സ് കേട്ടോ. ഇതിൻ്റെ ഈ വണ്ടിയുടെ ചോയ്സ് എന്ന് പറയുന്നത് പെട്രോൾ ടർബോ ആണ്. അത് സ്മൂത്താണ്, റിഫൈൻഡ് ആണ്. ഇനി ഡീസലിനേക്കാളും അതായത് ഒരു പെപ്പിയാണ് എന്ന് പറയാം. അതായത് ടർബോ ആയതുകൊണ്ടേ കാല് കൊടുത്താൽ പാഞ്ഞേറി പോകുന്ന ഒരു സുഖമൊക്കെ വണ്ടിക്കുണ്ട്. അപ്പോൾ ഡീസലാണോ പെട്രോളാണോ എൻ്റെ ചോയ്സ് എന്ന് വെച്ചാൽ, ആ സിയറയുടെ കാര്യത്തിൽ ഞാൻ പെട്രോളാന്ന് പറയും. ചെറിയ നോയ്സേ ഉള്ളൂ, പക്ഷേ മൈലേജ് വേണം, ഓടിക്കാൻ കുറേ ദൂരമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വണ്ടി മേടിച്ചോ. നിങ്ങൾ AdBlue പോലുള്ള സംഗതി ഒന്നും ഒഴിച്ച് വണ്ടിക്കകത്ത് കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട കാര്യമില്ല. അതുമാത്രമല്ല ഈ നമുക്ക് DPF റീജനറേഷനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു വണ്ടി കൂടെയാണ് ഇതെന്നുള്ളതാണ്. ഞാനിങ്ങനെ ചണ്ഡീഗറിലൂടെ വണ്ടി ഓടിച്ച് നടക്കണേ, ഡീസൽ വണ്ടി. അത് കാല് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ സ്പീഡ് ലിമിറ്റൊക്കെ ഭയങ്കര കൂടുതലല്ല, സ്പീഡ് ലിമിറ്റ് ഭയങ്കരമായിട്ട് ഇവർ നോക്കും. നമ്മളിപ്പോൾ ചെയ്യുന്ന ഫാസ്റ്റായിട്ട് ഓടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെനാൽറ്റി കിട്ടും. അതായത് കേരളം പോലുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെ ചണ്ഡീഗർ എന്ന് പറയുന്നത്. കേരളത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര പ്രശ്നമാണെങ്കിൽ ഇവിടെ സ്പീഡിന് കൂടി ആ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അതായത് 50ൻ്റെ സോണിൽ 50ഉം 60ൻ്റെ സോണിൽ 60 പോകാവൂ. കൂടുതൽ ഓടിച്ച് വല്ല പിഴയും കിട്ടിയാൽ ഞങ്ങൾ ഏറ്റെടുക്കില്ല കേട്ടോ എന്ന് ടാറ്റ മോട്ടോഴ്സ് നമ്മളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കേട്ടോണ്ടുള്ള ഡ്രൈവിംഗ് ആണ്. ഞാൻ പെട്രോൾ നല്ല പൊടി വിളിച്ചായിരുന്നു. പെട്രോൾ എനിക്ക് അത്യാവശ്യം ചെക്ക് ചെയ്യാൻ പറ്റി, 0 ടൈമിംഗ് ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റി. ഇത് ബോണറ്റ് കണ്ടുകൊണ്ടാണ് ഓടിക്കുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് ഉള്ള ബ്രേക്സ് നല്ലതാണ്, ചവിട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഡിസ്ക് ബ്രേക്കുകളൊക്കെ തന്നെയും നല്ല 4 വീലും ഡിസ്ക് ബ്രേക്ക് ആണെന്നുള്ള അറിയാലോ. ആ ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ ഗുണം കാണാം. അപ്പോൾ ടാറ്റ സിയറ വിജയിക്കുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടോ? എനിക്ക് സംശയമില്ല. കാരണം ടാറ്റ സിയറയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ഞാൻ കണ്ടു. അത് സ്റ്റൈലിംഗ് കൊണ്ടാണെങ്കിലും എവിടെ ചെന്നാലും ആൾക്കാർ നോക്കുന്നുണ്ട്, ഏത് വഴിക്കാ ഇത് വാങ്ങുക, എന്താ വില എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സിയറയുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിന് മുന്നിൽ കാണാവുന്നതാണ്. അപ്പോൾ പ്രൈസ് വരട്ടെ എല്ലാ മോഡലിൻ്റെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.